വെൽക്കം ടു സ്റ്റഡി കഫേ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമുകൾക്ക് വേണ്ടി ഉള്ള കമ്പ്യൂട്ടർ സയൻസിൽ നിന്നും ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ LTC മെയിൻസ് എക്സാമിനും ഒക്കെ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ടോപ്പിക്കിലേക്ക് കിടക്കാം. ഔട്ട്പുട്ട് യൂണിറ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരു കമ്പ്യൂട്ടറിലെ ഔട്ട്പുട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഡേറ്റയുടെ പ്രോസസ്സിങ്ങിന് ശേഷം കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഡേറ്റയുടെ പ്രോസസ്സിങ്ങിന് ശേഷം കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഔട്ട്പുട്ട് എന്ന് വിളിക്കുന്നത്. ഈ യൂസർ ഗെറ്റ്സ് ദ റിസൾട്ട് ഓഫ് പ്രോസസ്ഡ് ഡേറ്റ ത്രൂ ഔട്ട്പുട്ട്. അപ്പോൾ ഈ ഔട്ട്പുട്ട് ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ലഭ്യമാകുന്നത് ഔട്ട്പുട്ട് ഉപകരണങ്ങളിലൂടെയാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മോണിറ്റർ, പ്രിന്റർ, അങ്ങനെയുള്ള ഔട്ട്പുട്ട് ഉപകരണങ്ങളിലൂടെയാണ് നമുക്ക് ഔട്ട്പുട്ട് കാണുവാൻ സാധിക്കും എന്ന് പറയുന്നത്. ഇനി ഔട്ട്പുട്ട് ഉപകരണങ്ങളിലേക്ക് വരും. പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോണിറ്റർ, പ്രിന്റർ, പ്രൊജക്ടർ, സൗണ്ട് കാർഡ്, സ്പീക്കേഴ്സ്, വീഡിയോ കാർഡ്, പ്ലോട്ടേഴ്സ്, ഹെഡ്ഫോൺ, ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്? ഔട്ട്പുട്ട് ഡിവൈസുകൾക്ക് ഉദാഹരണമാണ്, ഔട്ട്പുട്ട് ഉപകരണങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണങ്ങളിലേക്ക് നമ്മൾ ഓരോന്നിലേക്കും ഡീറ്റെയിൽ ആയിട്ട് അടുത്തായിട്ട് കിടക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ മോണിറ്ററുകളെ കുറിച്ചാണ് അടുത്തായിട്ട് ആദ്യമായി പഠിക്കാൻ പോകുന്നത്. മോണിറ്ററിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണം, പ്രൈമറി ഇൻപുട്ട് എന്ന് പറയുന്നത് കീബോർഡാണ്. പ്രൈമറി ഇൻപുട്ട് എന്ന് പറയുന്നത് കീബോർഡാണ്. എന്നാൽ പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. പ്രൈമറി ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ മോണിറ്റർ എന്ന് പറയുന്നത്. പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് ഏതാണ്? മോണിറ്റേഴ്സ് ആണ്. എന്നാൽ പ്രൈമറി ഇൻപുട്ട് എന്ന് പറയുന്ന കീബോർഡാണ്. അതുപോലെ വീഡിയോ, മോണിറ്ററുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് VDU അഥവാ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയും. VDU അഥവാ എന്താണ്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്ററുകൾക്ക് പറയുന്ന പേരാണ് മോണോക്രോം എന്ന് പറയും. മോണോക്രോം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റേഴ്സിന് പറയുന്ന പേരാണ് എന്ത്? മോണോക്രോമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റേഴ്സിന് പറയുന്ന പേരാണ് മോണോക്രോം. ഇപ്പോൾ ഈ ക്രോം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ക്രൊമാറ്റിക്സ് എന്ന് പറയുന്നത്, നിറങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ക്രൊമാറ്റിക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഡിസ്പ്ലേ സ്ക്രീനിന്റെ അല്ലെങ്കിൽ ഒരു TVയുടെ അല്ലെങ്കിൽ ഒരു മോണിറ്ററിന്റെയൊക്കെ സൈസ് മെഷർ ചെയ്യുന്നത് അതിന്റെ ഡയഗണൽ ലെങ്ത് ആണ്. ഇപ്പൊ നമ്മൾ 14 ഇഞ്ച് മോണിറ്റർ അല്ലെങ്കിൽ 21 ഇഞ്ച് മോണിറ്റർ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിന്റെ ഡയഗണൽ ലെങ്ത് ആണ് അവിടെ സൈസ് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് പറയുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലൂടെ TV കാണുവാൻ വേണ്ടി സഹായിക്കുന്ന ഉപകരണമാണ് TV ട്യൂണർ കാർഡ് എന്ന് പറയും. കമ്പ്യൂട്ടറിലൂടെ TV കാണുവാൻ വേണ്ടി സഹായിക്കുന്ന ഉപകരണം എന്ന് പറയുന്ന ഏതാണ്? TV ട്യൂണർ കാർഡാണ്. TV ട്യൂണർ കാർഡ്. ഇനി മോണിറ്ററുകളെ കുറിച്ച് പറയുമ്പോൾ വിവിധ തരം, നമുക്കറിയാം നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന മോണിറ്റർ മുതൽ ഇന്ന് ഉപയോഗിക്കുന്ന മോണിറ്റർ വരെ ഒരുപാട് ടെക്നോളജി അഡ്വാൻസ്മെന്റ് ഉണ്ടായിട്ടുള്ളതാണ്. ഒരുപാട് സാങ്കേതിക വിദ്യയുടെ എന്താ പറയുക വികസനം ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ സ്ക്രീനുകൾ എന്ന് പറയുന്നത്. ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന മോണിറ്ററാണ് CRT മോണിറ്റർ. കാഥോഡ് റേ ട്യൂബ് മോണിറ്റേഴ്സ് ആണ് ആദ്യകാലങ്ങളിൽ. ഇതാണ് CRT മോണിറ്റർ എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിലൊക്കെ ഉപയോഗിച്ചെന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ LCD മോണിറ്ററുകളിലേക്ക് വന്നു, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്റേഴ്സിലേക്ക് വന്നു. അതിനുശേഷം LED മോണിറ്ററുകളിലേക്കാണ് വന്നത്, LED മോണിറ്റേഴ്സ്. അതിനുശേഷം TFT, തിൻ ഫിലിം ട്രാൻസിസ്റ്റർ മോണിറ്റേഴ്സ്, 3D മോണിറ്ററുകൾ, പ്ലാസ്മ മോണിറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോണിറ്റേഴ്സ്. LED-ക്കകത്ത് തന്നെ OLED, QLED എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് മോണിറ്റേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓർത്തിരിക്കുക, വിവിധ തരം മോണിറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിച്ചതെന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യത്തിലേക്ക് വരുമ്പോൾ ഇനി ഒരു ഡിസ്പ്ലേ യൂണിറ്റിന്റെ ക്വാളിറ്റി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ദ സ്മോളസ്റ്റ് കൺട്രോളബിൾ എലമെന്റ് ഓഫ് പിക്ചർ റെപ്രസെന്റഡ് ഓൺ ദ സ്ക്രീൻ ഈസ് നോൺ ആസ് പിക്സൽ. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു ഡിസ്പ്ലേയുടെ ക്വാളിറ്റി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാരാമീറ്റർ ആണ് പിക്സൽ എന്ന് പറയുന്നത്. ഈ പിക്സൽ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫോം ആണ്. പിക്ചർ എലമെന്റ് എന്നതിന്റെ ഷോർട്ട് ഫോം ആണ് പിക്സൽ എന്ന് പറയുന്നത്. കേപ്പബിലിറ്റി ഓഫ് എ സെൻസർ ടു ഒബ്സർവ് ദ സ്മോളസ്റ്റ് ഒബ്ജക്ട് ക്ലിയർലി. ഒരു വസ്തുവിനെ ഏറ്റവും ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സെൻസറിന്റെ കേപ്പബിലിറ്റി പറയുന്ന പേരാണ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. റെസല്യൂഷൻ. ഇപ്പോൾ റെസല്യൂഷനും പിക്സലും തമ്മിലുള്ള റിലേഷൻ പറയുകയാണെങ്കിൽ ഇമേജസ് വിത്ത് സ്മോളർ പിക്സൽ വിൽ ഹാവ്
higher resolution. Images with smaller pixel will have higher resolution. അപ്പോൾ പിക്സൽ സൈസ് കുറയുമ്പോൾ റെസൊല്യൂഷൻ എന്ത് ചെയ്യുന്നു? റെസൊല്യൂഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത പ്രിന്റേഴ്സിലേക്കാണ് നമ്മൾ വരുന്നത്. അടുത്ത ഔട്ട്പുട്ട് ഉപകരണമായ പ്രിന്റേഴ്സിലേക്കാണ് വരുന്നത്. പ്രിന്റർ നമുക്കറിയാം. പ്രിന്ററിലേക്ക് വരുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ് ആണ് എന്താണ് ഹാർഡ് കോപ്പി, എന്താണ് സോഫ്റ്റ് കോപ്പി. പ്രിന്റഡ് ഡോക്യുമെന്റ്സിന് അല്ലെങ്കിൽ പ്രിന്റഡ് കോപ്പിയെ നമ്മൾ വിളിക്കുന്ന പേരാണ്, പ്രിന്റഡ് കോപ്പിക്ക് പറയുന്ന പേരാണ് ഹാർഡ് കോപ്പി എന്ന് പറയും. നോൺ പ്രിന്റഡ് കോപ്പി ഓഫ് എ ഡോക്യുമെന്റ് ഈസ് കോൾഡ് അല്ലെങ്കിൽ ഈസ് നോൺ ആസ് എന്താണ്? സോഫ്റ്റ് കോപ്പി എന്ന് പറയും, സോഫ്റ്റ് കോപ്പി. അപ്പോൾ പ്രിന്റഡ് കോപ്പി ഈസ് കോൾഡ് ഹാർഡ് കോപ്പി, നോൺ പ്രിന്റഡ് കോപ്പി ഈസ് നോൺ ആസ് എന്താണ്? സോഫ്റ്റ് കോപ്പി. ഇനി പ്രിന്ററുമായി ബന്ധപ്പെട്ട് കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണമാണ് പ്രിന്ററുകൾ എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിൽ 1950കളിലേക്ക് പ്രിന്ററുകൾ അറിയപ്പെട്ടിരുന്ന പേരാണ്, അല്ലെങ്കിൽ പ്രിന്ററുകളുടെ പഴയ പേരാണ് പഞ്ച് കാർഡ്സ് എന്ന് പറയും. പ്രിന്ററുകൾ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പേരാണ് പഞ്ച് കാർഡ്സ് എന്ന് പറയുന്നത്. The output resolution of a printer is measured. ഒരു പ്രിന്ററിന്റെ ഔട്ട്പുട്ട് ക്വാളിറ്റി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാരാമീറ്റർ ആണ് DPI എന്ന് പറയും. ഒരു പ്രിന്ററിന്റെ ഔട്ട്പുട്ട് ക്വാളിറ്റി എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാരാമീറ്റർ ആണ് DPI അഥവാ ഡോട്ട്സ് പെർ ഇഞ്ച് എന്ന് പറയും, ഡോട്ട്സ് പെർ ഇഞ്ച്. മോണിറ്ററിന്റെ റെസൊല്യൂഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് പിക്സലിലാണ്, പ്രിന്ററിന്റെ ക്വാളിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് DPI ഡോട്ട്സ് പെർ ഇഞ്ചിലാണ്. എന്നാൽ മൗസിന്റെ സ്പീഡ് എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് മിക്കി എന്ന് പറയും. ഈ പ്രിന്റേഴ്സിന് നമുക്ക് രണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇമ്പാക്ട് പ്രിന്റേഴ്സ് ഉണ്ട്, നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് ഉണ്ട്. പ്രിന്റേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, ഇമ്പാക്ട് പ്രിന്ററുകളും നോൺ ഇമ്പാക്ട് പ്രിന്ററുകളും. ഇപ്പൊ ഈ ഇമ്പാക്ട് പ്രിന്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ പ്രിന്റിംഗ് എന്ന പ്രോസസ്സ് നടക്കുമ്പോഴത്തേക്ക് ഈ പ്രിന്റിംഗ് ഹെഡ് പേപ്പറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ടെങ്കിൽ പ്രിന്റിംഗ് നടക്കുമ്പോൾ പ്രിന്റിംഗ് ഹെഡ് പേപ്പറിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രിന്റേഴ്സിന് പറയുന്ന പേരാണ് ഇമ്പാക്ട് പ്രിന്റേഴ്സ് എന്ന് പറയും, ഇമ്പാക്ട് പ്രിന്റേഴ്സ്. അതിന് ഉദാഹരണമാണ് നമ്മുടെ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ലൈൻ പ്രിന്റർ, ഡ്രം പ്രിന്റർ, ചെയിൻ പ്രിന്റർ, ക്യാരക്ടർ പ്രിന്റർ, ഡെയ്സി വീൽ പ്രിന്റർ. ഈ എക്സാമ്പിൾസ് പഠിച്ചു വെക്കണേ. ഇവയൊക്കെ എന്തിന് ഉദാഹരണമാണ്? ഇമ്പാക്ട് പ്രിന്റേഴ്സിന് എക്സാമ്പിൾസ് ആണ്, ഇമ്പാക്ട് പ്രിന്റേഴ്സിന് എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നവയ്ക്ക്. അപ്പൊ പ്രിന്റിംഗ് ഹെഡും പേപ്പർ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാകുന്നെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കേസാണ് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ എന്ന് പറയും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ഈ സേവനയിൽ നിന്നൊക്കെ, നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ മരുന്നൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് നമുക്ക് തരുന്ന ബില്ല്, അതിന്റെ കാർബൺ കോപ്പിയും കൂടെ ഉള്ള ബില്ല്, ഒറിജിനൽ നമുക്ക് തരും, കാർബൺ കോപ്പി അവർക്ക് അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ പ്രിന്ററിലൂടെ കാർബൺ കോപ്പീസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിന്റേഴ്സ് ആണ്, അല്ലെങ്കിൽ കാർബൺ കോപ്പി എടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിന്റേഴ്സ് ആണ് ഇത് ഡോട്ട് മെട്രിക്സ് പ്രിന്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സിലേക്ക് വരുമ്പോൾ ഈ പ്രിന്റിംഗ് ഹെഡ് പേപ്പറിൽ ടച്ച് ചെയ്യുന്നില്ല എങ്കിൽ, ഇപ്പോൾ പ്രിന്റിംഗ് ആക്ഷൻ നടക്കുമ്പോൾ പ്രിന്റിംഗ് ഹെഡ് പേപ്പറിൽ ടച്ച് ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള പ്രിന്റേഴ്സിന് പറയുന്ന പേരാണ് എന്താ? ദേ ആർ കോൾഡ് നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ്. ഉദാഹരണമാണ് നമ്മുടെ ലേസർ പ്രിന്റർ, ഇങ്ക്ജെറ്റ് പ്രിന്റർ. നമ്മൾ സാധാരണയായിട്ട് വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഇങ്ക്ജെറ്റ് പ്രിന്റർ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ എന്തൊരു ഉദാഹരണമാണ്? നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സിന് എക്സാമ്പിൾ ആണ് ലേസർ പ്രിന്ററും ഇങ്ക്ജെറ്റ് പ്രിന്റർ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഈ ലേസർ പ്രിന്ററിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ലേസർ ബീം, ടോണർ, ഡ്രം, ഇതൊക്കെയാണ് ഒരു ലേസർ പ്രിന്ററിന്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ലേസർ പ്രിന്റേഴ്സ് ആർ ഓൾസോ കോൾഡ് പേജ് പ്രിന്റേഴ്സ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് എ ടൈം ഒരു പേജ് ഫുൾ ആയിട്ട് പ്രിന്റ് ചെയ്യുന്നതുകൊണ്ടാണ് പേജ് പ്രിന്റേഴ്സ് എന്ന് പറയുന്നത്. ഈ പ്രിന്ററുകളെ അവയുടെ ആക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ സാധിക്കും. ക്യാരക്ടർ പ്രിന്റേഴ്സ് എന്ന് പറയും. ഒരു സമയം ഒരു ക്യാരക്ടർ മാത്രമാണ് പ്രിന്റ് ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ പഴയ ടൈപ്പ് റൈറ്റർ ഹാമർ വന്നിങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടല്ലോ, അപ്പോൾ അതൊരു ക്യാരക്ടർ പ്രിന്റാണ്. അറ്റ് എ ടൈം ഒരു ക്യാരക്ടർ മാത്രമാണ് പ്രിന്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള പ്രിന്റേഴ്സിന് പറയുന്ന പേരാണ് എന്താ? ക്യാരക്ടർ പ്രിന്റേഴ്സ് എന്ന് പറയും. അറ്റ് എ ടൈം ഒരു ലൈൻ ഫുള്ളായിട്ട് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് ലൈൻ പ്രിന്റേഴ്സ് എന്ന് പറയും. എന്നാൽ ഒരു സമയം കൊണ്ട് പേജ് ഫുള്ളായിട്ട് പ്രിന്റ് ചെയ്ത് തീർക്കുന്നവയാണ് പേജ് പ്രിന്റേഴ്സ് എന്ന് പറയും. ഇതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള പ്രിന്റർ ഏതാണെന്ന് ചോദിച്ചാൽ പേജ് പ്രിന്റർ തന്നെയാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് എന്ന് പറയുന്നത്. ഫാസ്റ്റസ്റ്റ് പ്രിന്റർ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ പറഞ്ഞു ഇങ്ക്ജെറ്റ്, ലേസർ,
കുറേ എക്സാമ്പിൾസ് പറഞ്ഞു. ഇതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് പ്രിന്റിംഗ് ആക്ഷൻ നടക്കുന്നത് എന്ന് പറയുന്നത് ഏതിലാണ്? ലേസർ പ്രിന്ററിലാണ് കേട്ടോ. ഏറ്റവും ഫാസ്റ്റസ്റ്റ് പ്രിന്റർ, പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, ഏറ്റവും ഫാസ്റ്റസ്റ്റ് പ്രിന്റർ എന്ന് പറയുന്നത് ഏതാണ്? ലേസർ പ്രിന്റർ ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് എന്ന് പറയുന്നത്. സ്പീഡ് ഓഫ് ലേസർ പ്രിന്റേഴ്സ് ആർ മെഷേർഡ് ഇൻ PPM, പേജസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര പേജുകൾ പ്രിന്റ് ചെയ്യും, ഒരു മിനിറ്റിൽ എത്ര പേജുകൾ പ്രിന്റ് ചെയ്യും എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ലേസർ പ്രിന്ററുകളുടെ സ്പീഡ് എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ മറ്റൊരെണ്ണം പ്ലോട്ടേഴ്സ് ആണ്. വെക്ടർ ഗ്രാഫിക്സ് പ്രിന്റ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരുതരം പ്രിന്ററാണ് പ്ലോട്ടറുകൾ എന്ന് പറയുന്നത്. ഗ്രാഫിക്സ് ഡിസൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിന്റേഴ്സ് ആണ് പ്ലോട്ടേഴ്സ് എന്ന് പറയുന്നത്. പ്ലോട്ടേഴ്സ് പ്രധാനമായും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, CAD മേഖലയിൽ CAD പ്രിന്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ പ്രിന്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന CAD പ്രിന്റിങ്ങിനൊക്കെയാണ് പ്ലോട്ടേഴ്സ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്ലോട്ടേഴ്സ് ഓർത്തിരിക്കുക. പ്ലോട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരുതരം പ്രിന്റർ തന്നെയാണ് ആരെന്ന് പറയുന്നത്? പ്ലോട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ ടച്ച് സ്ക്രീൻ ആണ്. ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടും ഇൻപുട്ട് ഡിവൈസ് ആയിട്ടും ഉപയോഗിക്കുന്നത്, ഒരേ സമയം ഔട്ട്പുട്ട് ആയിട്ടും ഇൻപുട്ട് ആയിട്ടും ഉപയോഗിക്കാവുന്നവയാണ് ടച്ച് സ്ക്രീനുകൾ എന്ന് പറയുന്നത്. ഒരേ സമയം ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടും ഇൻപുട്ട് ഡിവൈസ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഉപകരണമാണ് ടച്ച് സ്ക്രീൻ. നമ്മുടെ ATMന്റെ സ്ക്രീന്, മൊബൈൽ ഫോണിന്റെ സ്ക്രീനൊക്കെ എന്താണ്? ടച്ച് സ്ക്രീനാണ്. ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ടച്ച് സ്ക്രീനുകൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ സൗണ്ട് കാർഡുകളാണ്. ഇറ്റ്സ് ആൻ ഇന്റേണൽ എക്സ്പാൻഷൻ കാർഡ് ദാറ്റ് പ്രൊവൈഡ്സ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ഓഡിയോ സിഗ്നൽസ്. ഓഡിയോ സിഗ്നലുകളെ ഇൻപുട്ട് ചെയ്യുന്നതിനും ഔട്ട്പുട്ട് ചെയ്യുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് സൗണ്ട് കാർഡുകൾ എന്ന് പറയുന്നത്. അതുപോലെ വീഡിയോ കാർഡ് അഥവാ ഗ്രാഫിക്സ് കാർഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേ കാർഡ്, ഗ്രാഫിക്സ് അഡാപ്റ്റർ ഓർ ഡിസ്പ്ലേ അഡാപ്റ്റർ, പല പേരുകളിൽ അറിയപ്പെടുന്നതാണ്. വീഡിയോ കാർഡ്, ഗ്രാഫിക്സ് കാർഡ്, ഡിസ്പ്ലേ കാർഡ്, ഗ്രാഫിക്സ് അഡാപ്റ്റർ, ഡിസ്പ്ലേ അഡാപ്റ്റർ എന്നിങ്ങനെ അറിയപ്പെടുന്ന It's an expansion card which generates a feed of output images to a display device. ഔട്ട്പുട്ട് ഇമേജസിനെ ഒരു ഡിസ്പ്ലേ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്റ്റേണൽ എക്സ്പാൻഷൻ കാർഡുകളാണ് വീഡിയോ കാർഡുകൾ എന്നറിയപ്പെടുന്നത്. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസുകളുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഔട്ട്പുട്ട് ഡിവൈസുമായി നമുക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു സെഷനിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി അടുത്തൊരു സെഷനിൽ കണ്ടുമുട്ടാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.